എല്ലാവർക്കും വിനീത നമസ്കാരം. ഞങ്ങൾ അച്ഛമ്മയും കൊച്ചുമക്കളും വീണ്ടും കൊച്ചു കൊച്ചു കഥകളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥയാണ്. ഉണ്ണിമോൻ ഇഷ്ടമല്ലേ മുത്തശ്ശി കഥ? ശരി, ഇന്ന് പറയുന്ന മുത്തശ്ശി കഥ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. ഇന്ന് വീണ്ടും ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ എനിക്ക് വീണ്ടും അത് ഒന്നുകൂടി ആ കഥയൊന്ന് ഓർമ്മിപ്പിച്ചു തന്നു. നല്ല രസമുള്ള കഥയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പറയാം കേട്ടോ. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണം. മുത്തശ്ശി കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മുത്തശ്ശി പറഞ്ഞു തരുമ്പം. എൻ്റെ അമ്മയുടെ പേര് സിലോമിത എന്നാട്ടോ. അമ്മ ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരും. എനിക്കത് കേൾക്കുന്നതും കേട്ടിരിക്കുന്നതും വലിയ ഇഷ്ടമാണ് താനും. നിങ്ങളും കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ കേൾക്കണം. ഇന്ന് എനിക്ക് പറഞ്ഞു തന്ന കുഞ്ഞു കഥ, ഞാൻ ഈ കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി അത് ഓർത്തിരുന്ന് പറഞ്ഞു തരും. മോളെ ഈ കഥ പറ കേട്ടോ, ഇത് നല്ലതാണ് എല്ലാവർക്കും കേൾക്കാൻ. അപ്പം ഇന്ന് ഞാൻ പറയുന്ന കഥ എന്ന് പറയുന്നത് സ്വർണ്ണ മത്സ്യത്തിൻ്റെയും രാജകുമാരിയുടെയും കഥയാണ് കേട്ടോ. രാജകുമാരിയും സ്വർണ്ണ മത്സ്യവും, നമുക്ക് അങ്ങനെ കഥയ്ക്ക് പേരിടാം കേട്ടോ. രാജകുമാരിയും സ്വർണ്ണ മത്സ്യവും. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു രാജാവിന് രാജകുമാരി ഉണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. മകളുടെ പേര് ശിവഗംഗ. ഈ രാജാവിൻ്റെ ഓമന പുത്രിയാണ് ഈ ശിവഗംഗ. അതീവ സുന്ദരിയായ രാജകുമാരിയാണ്. രാജകുമാരിക്ക് ധാരാളം തോഴിമാരുണ്ട്. രാജകുമാരിയും തോഴിമാരും കൂടി കുളിക്കാനായിട്ട് കൊട്ടാരത്തിനടുത്തുള്ള ആ കുളത്തിൽ, അകത്ത് ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൽ രാജകുമാരിയും കൂട്ടുകാരും കൂടി കുളിക്കാൻ പോകും. അങ്ങനെ എല്ലാ ദിവസവും ചെറുപ്പത്തിലേ തൊട്ട് ഈ രാജകുമാരിയും തോഴിമാരും കൂടി ചെറുപ്പത്തിലേ തൊട്ട് ഇങ്ങനെ ആ കുളത്തിൽ പോയി കുളിക്കും. കുറേ നേരം അവർ നീന്തി കുളിക്കും. വെള്ളത്തിലൊക്കെ ആടി കളിച്ച് ചാടി മറിഞ്ഞ് അവരങ്ങനെ കുളിക്കും. ഒരിക്കൽ രാജകുമാരിയുടെ ശ്രദ്ധയിൽ ഒരു കുഞ്ഞ് മീൻകുഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടു. ആ മീൻകുഞ്ഞ് വന്ന് രാജകുമാരി ഇങ്ങനെ കുളത്തിൻ്റെ കരയിൽ ഇരുന്നിട്ട് വെള്ളത്തിലേക്ക് കാലിട്ട് ഇങ്ങനെ കളിക്കുകയല്ലേ നമ്മൾ വെള്ളത്തിൽ, അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം ഈ മീൻകുഞ്ഞ് വന്ന് ഇങ്ങനെ കാലിൻ്റെ വിരലുകളിൽ വന്ന് ഇങ്ങനെ മുട്ടി ഉരുമ്മി പോകുന്നു. അപ്പോൾ രാജകുമാരിക്ക് വലിയ സന്തോഷം തോന്നി. രാജകുമാരി വീണ്ടും വീണ്ടും കാല് വെച്ച് കൊടുത്തു. വീണ്ടും ആ സ്വർണ്ണ മത്സ്യം ഇങ്ങനെ വന്ന് മുട്ടി ഒരുമ്മിപ്പോവും. ഇത് രാജകുമാരിക്ക് വലിയ ഇഷ്ടമായി. ഈ കളിക്കുന്നത്, മീൻ വന്ന് ഇങ്ങനെ കാലിൽ വന്ന് മുട്ടി ഒരുമ്മി കളിക്കുന്നത് രാജകുമാരിക്ക് ഇഷ്ടമായി. തോഴിമാരാരും കാല് വെച്ചാലൊന്നും ഈ മീൻ വരുന്ന് കളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജകുമാരിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. രാജകുമാരി എപ്പോൾ വന്നാലും ഈ വെള്ളത്തിൽ കാലിട്ട് വെക്കും. അന്നേരം തന്നെ മീൻ കുഞ്ഞിങ്ങനെ വന്നിങ്ങനെ മുട്ടി ഒരുമ്മി നിൽക്കും. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. രാജകുമാരി വലിയൊരു കുട്ടിയായി, നല്ല സുന്ദരിയായ യുവതിയായി, വിവാഹപ്രായമായി. അങ്ങനെ നമ്മുടെ മഹാരാജാവ് രാജകുമാരിക്ക് കല്യാണം ആലോചിക്കുക. രാജകുമാരിയുടെ സ്വയംവരം തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാജകുമാരി, അപ്പോഴേക്കും നമ്മുടെ സ്വർണ്ണ മത്സ്യം വലിയ മീനായി കേട്ടോ, വലിയ മീനായി. അങ്ങനെ അപ്പോൾ ഒരു ദിവസം രാജകുമാരി ഇങ്ങനെ പോയിരിക്കുമ്പം ഭടന്മാർ ഈ മീനിനെ കണ്ടു, ഈ സ്വർണ്ണ മത്സ്യത്തെ. അങ്ങനെ ഈ മീനിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭടന്മാർ ഓർത്തും, ഇതുവരെയും ഇത്രയും വലിയൊരു മീനിനെ ഈ കുളത്തിൽ കണ്ടിട്ടില്ലല്ലോ. അത് ശരി, നമ്മളാരും ഇത് കണ്ടില്ലല്ലോ. ഉറപ്പായിട്ടും ഇന്നിതിനെ കൊണ്ടുപോയി നമുക്ക് കറി വെച്ച് രാജാവിന് കൊടുക്കണം. ഇത്രയും വലിയ മീനല്ലേ. അപ്പം അവർ വന്ന് വലയിട്ട് നോക്കി. ഒത്തിരി പ്രാവശ്യം വലയിട്ട് നോക്കിയിട്ടും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ നിരാശരായി കടന്നുപോയി. വീണ്ടും രാജകുമാരിയുടെ സ്വയംവരത്തിൻ്റെ തീരുമാനിക്കപ്പെട്ട സ്വയംവരത്തിൻ്റെ ദിവസം വന്നെത്തി. അങ്ങനെ ഇരുന്നപ്പോൾ രാജകുമാരിയും തോഴിമാരും കുളിക്കാൻ വന്ന് വെള്ളത്തിൽ ഇങ്ങനെ കാല് രാജകുമാരി ഇട്ട് ഉടനെ ഈ മത്സ്യം വന്ന് കാലിൽ തൊട്ടുരുമ്മി ഇങ്ങനെ നിന്നു. ഇത് കണ്ട ഭടന്മാർ പെട്ടെന്ന് വല വീശിയപ്പോൾ ഈ മീൻ വലയിൽ കുടുങ്ങിപ്പോയി. അയ്യോ, കഷ്ടമായിപ്പോയല്ലേ. അങ്ങനെ ഈ വലയിൽ മീൻ കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരിക്ക് ഭയങ്കര സങ്കടം വന്നു. ഈ മീൻ വെള്ളത്തിൽ നിന്ന് മീൻകാരെ വന്നാൽ കിടന്ന് പിടയ്ക്കുകയല്ലേ ജീവന് വേണ്ടി. അങ്ങനെ കിടന്ന് കണ്ടപ്പോഴേക്കും രാജകുമാരിക്ക് ഭയങ്കര സങ്കടമായി. രാജകുമാരി ചെന്ന് ഈ സ്വർണ്ണ മത്സ്യത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തഴുകി കൊടുത്തു. സങ്കടം വന്നു. അപ്പോഴേക്കും പെട്ടെന്ന് രാജകുമാരി
പെട്ടെന്ന് അവിടെ അഞ്ചിക്കുന്ന ഒരു ഭയങ്കരമായ പ്രകാശം പരന്നു. നല്ല പ്രകാശം. ഈ പ്രകാശം കണ്ടപ്പോഴേക്കും എല്ലാവരും കണ്ണ് ചിമ്മിപ്പോയി. ഭയങ്കര പ്രകാശം. പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്വർണ്ണ മത്സ്യത്തിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു രാജകുമാരൻ, അവിടെ ഒരു അതീവ സുന്ദരനായ ഒരു രാജകുമാരനെ അവിടെ കണ്ടു. അങ്ങനെ ആ രാജകുമാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, ഇതെന്ത് അത്ഭുതമാണ് ഈ സംഭവിച്ചത്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ മുനിമാർ അവിടെയുള്ള പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയി വെള്ളം കലക്കി. അപ്പം എൻ്റെ കുസൃതി ഞാൻ അങ്ങനെ ചെയ്തു. മുനിമാരെന്നെ ശപിച്ചു, നീ ഒരു മത്സ്യമായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഞാനൊരു സ്വർണ്ണ മത്സ്യമായി മാറി. പക്ഷേ ഞാൻ കരഞ്ഞു. അവരെനിക്ക് ശാപമോക്ഷവും തന്നു. ഒരു രാജകുമാരി നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കുളത്തിൽ വന്ന് ഇവിടെ പെട്ടതും ഈ രാജകുമാരിയുമായി കണ്ടതും. എന്നെ രാജകുമാരി തഴുകിയപ്പോഴാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത് എന്ന് പറഞ്ഞു. സ്നേഹപൂർവ്വം രാജകുമാരി എന്നെ തഴുകിയപ്പോഴാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത് എന്നും പറഞ്ഞു. എന്തായാലും ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട ആളുകൾ രാജാവിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. രാജകുമാരിയുടെ സ്വയംവര പന്തലിൽ വെച്ച് രാജകുമാരി ഈ സുന്ദരനായ രാജകുമാരന് വരണമാല്യം ചാർത്തി. അങ്ങനെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക. കഥ തീർന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കെ അപ്പം ഈ മുനിമാർ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നീ മത്സ്യം കഴിക്കാൻ പാടില്ല എന്നൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സ്യം കഴിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ രാജകുമാരി പാചകക്കാരനെ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. ഒരിക്കലും രാജകുമാരന് ഭക്ഷണത്തിൽ മത്സ്യം ചേർത്ത് കൊടുക്കരുത്, ഭക്ഷണത്തിൽ മത്സ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാചകക്കാരൻ ചിന്തിച്ചു, ഒരു ദിവസമൊക്കെ ഒരിച്ചിരി മീൻ കൂട്ടിയാൽ ഇപ്പോൾ എന്നാ കുഴപ്പം, അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണത്തിൽ അല്പം മീൻ ചേർത്ത് കൊടുക്കാം എന്ന് ഈ പാചകക്കാരൻ ചിന്തിച്ചു. അന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ അല്പം മീൻകറിയൊക്കെ കൂട്ടി ചോറ് കൊടുത്തു. പെട്ടെന്ന് രാജകുമാരൻ്റെ മുഖത്തെല്ലാം പതുക്കെ നിറം മാറ്റം വന്നു. രാജകുമാരൻ്റെ ദേഹത്ത് ചിതമ്പലുകൾ വന്നു. ഭയങ്കരമായ വേദന കൊണ്ട് രാജകുമാരൻ പുളഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജകുമാരൻ അവിടുന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുളത്തിലേക്ക് രാജകുമാരൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. വീണ്ടും സ്വർണ്ണ മത്സ്യമായി മാറി. രാജകുമാരി നെഞ്ചു തകർന്ന് പൊട്ടിക്കരഞ്ഞു. ഭയങ്കര സങ്കടമായി രാജകുമാരിക്ക്. രാജകുമാരി അവിടുന്ന് കരഞ്ഞുകൊണ്ട് രാജകുമാരൻ ഇറങ്ങിപ്പോയ കുളത്തിലേക്ക് സാവധാനം ഇറങ്ങി താന്നു പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ 2 സ്വർണ്ണ മത്സ്യങ്ങൾ അങ്ങനെ ആ കുളത്തിൽ അങ്ങനെ നീന്തി കളിച്ചു വന്നു. മുത്തശ്ശിക്കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീണ്ടും നമുക്ക് മറ്റൊരു മുത്തശ്ശിക്കഥയുമായി വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നന്ദി, നമസ്കാരം.